ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുകയാണ്. കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബോണ്ടല്ലേ. നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതേപോലത്തെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇവള്. അപ്പോൾ അനീഷ എന്നാണ് പേര്. അപ്പോൾ ഇന്ന് കണ്ട പാട് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. കാരണം ഇന്നലെ ബസ്സിൽ കരുതാത്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിവിടെ നെയ് റോസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. നെയ് റോസ്റ്റും സാമ്പാറും ചട്നിയും, അയ്യോ അത് രാവിലെ കഴിക്കുമ്പോൾ വേറൊരു ലെവൽ തന്നെ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. മസാല ദോശ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷേ എൻ്റെ ഫേവറേറ്റ് നെയ് റോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ എപ്പോഴും എനിക്ക് അരിഭക്ഷണം ഇഷ്ടമല്ല, ഇടയ്ക്കൊക്കെ അരിഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഗോതമ്പ് തന്നെയാണ് കേട്ടോ. ഗോതമ്പ് റൂം മാറുന്ന അതിൻ്റെ തിരക്കും എല്ലാം കൂടി ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ടാണ് ഇവൾ വന്നത്. അപ്പോൾ നേരെ റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനായിരുന്നു. അതിനുശേഷം 11:30 ആയപ്പോഴാണ് പിന്നെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പം ചൂട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. പിന്നെ ചൂടല്ലേ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പപ്പായ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവിടെ എന്തോ കണ്ണി കണ്ട കടികളൊക്കെ അവൾ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്, പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ പറഞ്ഞുള്ളൂ, കാരണം ഞാൻ കഴിച്ചാൽ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും വയറിന് പണി കിട്ടും. അപ്പോൾ അവളത് കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ പഴംപൊരി ഫാനാണ്, പഴംപൊരിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ രണ്ടുപേരെയും കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഏകദേശം ഓക്കെ കേട്ടോ. പിന്നെ ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ പിറ്റേ ദിവസമാണെന്ന്. അല്ല, എൻ്റെ ഫുൾ വൃത്തികേടായിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടാണ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തൃക്കാക്കര ആ ഒരു ഭാഗമാണ് കേട്ടോ ഞങ്ങൾ പോയത്. നല്ലതാണോ? അതിൻ്റെ ഇതിൻ്റെ ഒരു ടേസ്റ്റാ എങ്ങനെ പോയിട്ടാ ഇത് ഓവർ പഴുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രൂട്ടല്ലേ? ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന പേര്. ഏടാ എന്തോരായിരുന്നു നിന്റെ ഇതിലുള്ള ആ ഒരു പരുവത്തിലുള്ള ഇഷ്ടം മതി ഉണ്ടായിരുന്നു. സത്യം പറയാൻ ഇന്ന് ഫുഡടിയായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇന്ന് നാടൻ ഭക്ഷണശാലയും കൂടെ കണ്ടപ്പോൾ എന്താ പിന്നെ ഇവിടെയും കൂടെ കയറാന്നുകൊണ്ട് കയറി. നമ്മുടെ അവിയലും തോരനും അച്ചാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെജായിരുന്നു, നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല വെജൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയ പിന്നെ ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് പണ്ടേ ഇങ്ങനെയാണ്, എന്തെങ്കിലും പറമ്പിലും കാട്ടിലൊക്കെ ഉള്ളത് ഓരോന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പറിച്ച് കഴിച്ച് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ കൂടെ കൂടിയപ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് ഇങ്ങനെ കുറേ കഴിക്കുന്നു, അല്ലെങ്കിൽ ലിമിറ്റ് വെച്ചാൽ കഴിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ വെയിറ്റ് ഒന്നും നോക്കുന്നില്ല, ഇവൾ കൂടെ ഉള്ളപ്പം ആസ്വദിച്ച് ഞാൻ കഴിക്കാം. പിന്നെ ഞാൻ വെച്ച് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്വീറ്റ് കോണൊക്കെ മേടിച്ച് അവൾക്ക് ഒരു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ബ്രോഡ്വേയിൽ. അപ്പോൾ അങ്ങനെ മേടിച്ച് അപ്പോഴത്തേനും അവൾ ഇച്ചായം വന്ന് വൈകുന്നേരം അവനെയും പിക്ക് ചെയ്ത് ഒരു ഗ്ലാസ് ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ ചായ കുടിച്ചപ്പോൾ പെട്ടെന്നുണ്ടായിരുന്നൊരു പ്ലാനായിരുന്നു മൂന്നാറിൽ പോകാമെന്ന്. അങ്ങനെ മൂന്നാറിൽ പോയി അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ച് തിരിച്ചു തരാമെന്നായിരുന്നു പ്ലാൻ കേട്ടോ. മറയുണ്ടോ എടുക്കുന്നു ഒന്നുകൊണ്ട് ആരും പേടിക്കണ്ട. ഇതേപോലെയായിരുന്നു ഇവൻ ഫസ്റ്റ്, പിന്നെ ശീലമായപ്പോ പിന്നെ അനങ്ങില്ല. പിന്നെ വേറെ ആരെയും കണ്ടാലും എന്റെ പിന്നെ പ്രത്യേകിച്ച് കാണുന്നില്ല വീഡിയോ, അതുകൊണ്ട് പേടിക്കണ്ടോ. ഞാൻ പിന്നെ വോയിസ് കൊടുക്കും, ചിലത് നേരെ ഇടും. പോവുകയാണ് ഗായ്സ്. അതെ, ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ ഇപ്പൊ ഒറ്റ മൈൻഡിലെടുത്ത് മൈൻഡ് അടിച്ചേ. അതെനിക്ക് തെറ്റിയല്ലോ. പറഞ്ഞോടാ ഒറ്റ മൈൻഡിലെടുത്ത വൈബാണ്. അങ്ങനെയല്ലേ, അങ്ങനെയായിരിക്കും. ഇച്ചായ അങ്ങനെ ചായ ഒറ്റ മൈൻഡിൽ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ഞങ്ങൾ എല്ലാവരും 4 പേരുണ്ട്, 1 ഡ്രൈവർ. ഞാൻ ലൈവാ.
അൽബേക്ക് വഴിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു മന്തിയും കൂടെ അകത്താക്കാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മന്തിയും കൂടെ കഴിച്ചു. നേരെ മൂന്നാർ പോയി അവിടെ നിന്ന് ഒരു ചായയും കൂടെ കുടിച്ച് നേരെ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ.